നമസ്കാരം. എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് കേട്ടറ്റ് കാറ്റഗറി 3 മലയാളവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 6-7 ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ 4 ഓപ്ഷൻസും ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒത്തിരി അധികം അറിവുകൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സ് കിട്ടാൻ എളുപ്പമാണ്. ഒരു ചോദ്യം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ചോദ്യത്തിൻ്റെ ശരിയുത്തരം പഠിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു ഓപ്ഷനുകൾ എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരമായില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം കൂടുതൽ ഫലപ്രദമാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ സിലബസിൽ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് മലയാളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെയിൻ പേപ്പറിൽ പെഡഗോജി ഒഴികെയുള്ള നമ്മുടെ മലയാളം ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എങ്കിലും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സെറ്റ് സിലബസ് വൈസ് അല്ലെങ്കിൽ സെറ്റിൻ്റെ പോലെയോ നെറ്റിൻ്റെ പോലെയോ ഒക്കെ ഉള്ള എല്ലാ ടോപ്പിക്കുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. പാറ്റേൺ സെറ്റിൻ്റെയോ നെറ്റിൻ്റെയോ പോലെ അല്ലെങ്കിൽ കൂടി നമ്മൾ PGക്ക് അതുപോലെ ഡിഗ്രിക്ക് ഒക്കെ പഠിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഈ ഒരു എക്സാമിൽ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സിലബസിൽ അത്രയും ടോപ്പിക്കുകൾ പറയുന്നില്ല താനും. അപ്പം സിലബസ് മാത്രം പഠിച്ചാൽ പോരാ, സിലബസിന് പുറത്ത് നമുക്ക് മലയാളവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം കാറ്റഗറി 3 മലയാളവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. താഴെ പറയുന്ന ആട്ടക്കഥകളിൽ കോട്ടയത്ത് തമ്പുരാൻ്റെ രചന അല്ലാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ എ കീചകവധം, ഓപ്ഷൻ ബി നിപാത കവചകാലകേയവധം, ഓപ്ഷൻ സി കിർമീരവധം, ഓപ്ഷൻ ഡി ഭഗവധം. ഓക്കെ, ഇതിലേതായിരിക്കും ഇതിൻ്റെ ഉത്തരം? ഈ ഒരു ചോദ്യം ഒത്തിരി തവണ സെറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കോട്ടയത്ത് തമ്പുരാൻ്റെ കൃതികൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, കീചകവധം. അപ്പോൾ കീചകവധം ആരുടേതല്ല? കോട്ടയത്ത് തമ്പുരാൻ്റെ കൃതിയല്ല. നിവാത കവച കാലകേയവധം, കിർമീരവധം, ഭഗവധം, ഇത് മൂന്നും ആരുടേതാണ്? കോട്ടയത്ത് തമ്പുരാൻ്റെ കൃതികളാണ്. ഇതിനോടൊപ്പം തന്നെ കോട്ടയത്ത് തമ്പുരാൻ്റെ മറ്റൊരു കൃതിയാണ് കല്യാണ സൗഗന്ധികം. ഓക്കെ, കല്യാണ സൗഗന്ധികം. ഈ 4 കൃതികളാണ് കോട്ടയത്ത് തമ്പുരാൻ്റേതായിട്ട് ഉള്ളത്. ഈ കൃതികൾക്കൊക്കെ പ്രത്യേകതകളുമുണ്ട്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ കൃതികളുടെ ഓർഡറാണ്. ഇതിൽ ആദ്യത്തേത് ഓപ്ഷൻ ഡി ഭഗവതമാണ്. രണ്ടാമത്തേത് കല്യാണ സൗഗന്ധികം. മൂന്നാമത്തേത് കിർമീരവധം. നാലാമത്തേത് നിവാത കവച കാലകേയവധം. ഇതാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ട് നമ്മൾ സൈക്കോളജിയിലൊക്കെ പറയുന്ന പോലെ അക്രോണിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പഠിക്കുന്ന ആളുകളുടെ പേരോ അല്ലെങ്കിൽ വസ്തുക്കളുടെ പേരോ ഒക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ട് കോഡ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ അക്രോണിം എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്കിതിനെ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവതത്തിലെ ബ, കല്യാണ സൗഗന്ധികത്തിലെ ക, കിർമീരവധത്തിലെ കി, നിവാത കവച കാലകേയവധത്തിലെ നി, ഇതെല്ലാം ചേർന്ന് നമുക്ക് ഒരൊറ്റ പേരാക്കാം. ഭഗകിനി എന്ന് ഓർത്ത് വെച്ചാൽ കോട്ടയത്ത് തമ്പുരാൻ്റെ ഈ ഒരു കൃതികളുടെ ഓർഡർ നമുക്ക് കിട്ടും. ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം. ഓക്കെ, നമുക്ക് ഇത്രയാണ് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ഇതിലെ പദങ്ങളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ചില പ്രത്യേകതകൾ പറയാം. നിവാത കവച കാലകേയവധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതയാണ് പറയുന്നത്. ദണ്ഡകം പ്രത്യക്ഷമാകുന്ന ആദ്യത്തെ ആട്ടക്കഥ ചോദിച്ചാൽ അതാണ് നിവാത കവച കാലകേയവധം. രണ്ടാമത്തേത് സലജ്ജോഹം എന്ന ഭാഗം ഉൾപ്പെടുന്ന ആട്ടക്കഥ ചോദിച്ചു കഴിഞ്ഞാൽ അതും നിവാത കവച കാലകേയവധമാണ്. ഓക്കെ, ക്ലിയർ. ഇനി കല്യാണ സൗഗന്ധികത്തിലെ
കഥാപാത്രം ഭീമനാണ്, ഭീമൻ. അതുപോലെ തന്നെ നിവാത കവച കാലികേയ വധത്തിലെ കഥാപാത്രം അർജുനനാണ്, അർജുനനും ഉർവശിയും. കിർമീരവധത്തിലെയും ഭീമനും കിർമീരനും സിംഹികയുമാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഭഗവധത്തിൽ ഭീമനും ഘടോൽക്കജനുമാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കൃതി ആരുടേതാണ്? കീചകവധം ഇരയിമ്മൻ തമ്പിയുടെ കൃതിയാണ്. ഓക്കെ, ഇരയിമ്മൻ തമ്പിയുടെ കൃതിയാണ് കീചകവധം എന്ന് പറയുന്നത്. 3 കൃതികളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം. ഈ 3 കൃതികളാണ് ആർക്കുള്ളത്? ഇരയിമ്മൻ തമ്പിക്കുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇരയിമ്മൻ തമ്പി ഉദഗി എന്ന് പഠിച്ചു വയ്ക്കാം. ഉദഗി. അപ്പോൾ ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം, ഇങ്ങനെ 3 കൃതികളാണ് ആർക്കുള്ളത്? ഇരയിമ്മൻ തമ്പിക്കുള്ളത്. ഓക്കെ, ഇതിൽ ഉത്തരാസ്വയംവരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. ഉത്തരാസ്വയംവരത്തിലാണ് ഏകലോചനം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഏകലോചനം പ്രത്യക്ഷപ്പെടുന്ന ആട്ടക്കഥ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാസ്വയംവരമാണ്. കൂടാതെ തന്നെ നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കുമ്മിയായിട്ടുള്ള വീരവിരാട കുമാര വിഭോ, അതുപോലെ പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദരസത്തെ തുടങ്ങിയ കീർത്തനമൊക്കെ രചിച്ചിട്ടുള്ളത് ആര് തന്നെയാണ്? ഇരയിമ്മൻ തമ്പി തന്നെയാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് വരുന്നത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. സൈക്കോളജി നിങ്ങൾ മലയാളം എടുത്തവർ മലയാളത്തിലായിരിക്കും പഠിച്ചത് എന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ പഠിച്ചവർക്ക് ടേംസുകളൊന്നും വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇംഗ്ലീഷിലാണ് നിങ്ങൾ സൈക്കോളജി പഠിച്ചത് എങ്കിൽ ഇത്തിരി ടഫാവും. കാരണം ആ ഇംഗ്ലീഷിൻ്റെ അതേ ടേമിലായിരിക്കില്ല. ഓരോ ടേമിൻ്റെയും മലയാളം കുറച്ച് കട്ടിയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ഈ ടേമുകൾ മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഘട്ടം ഏത്? ആത്മസാക്ഷാത്കാരം, വൈജ്ഞാനികം, സുരക്ഷിതം, ശാരീരിക ആവശ്യങ്ങൾ. 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്നാണ്? ശാരീരിക ആവശ്യങ്ങളാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഇതിൽ വൈജ്ഞാനികം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല? മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ല. ഓക്കെ, ആത്മസാക്ഷാത്കാരവും സുരക്ഷിതവും ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഈ ആവശ്യങ്ങളുടെ ശ്രേണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത് ഒരു മാനവികവാദിയാണ് അല്ലേ, ഹ്യൂമനിസ്റ്റാണ്. ഹ്യൂമനിസ്റ്റ് അപ്രോച്ചിൻ്റെ വക്താവാണ് ആരെയും എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണിത്. സ്വത്വാവിഷ്കാര സിദ്ധാന്തം അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സിദ്ധാന്തമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് അതിനെ പഠിച്ചു വയ്ക്കുന്നത്. നമ്മളിങ്ങനെ തിരിക്കുന്നു. ഇങ്ങനെ 5 തട്ടുകളാണ് നമ്മൾ പഠിക്കുന്നത്. 5 തട്ടുകൾ. ഇതിൽ ഏറ്റവും അവസാനത്തേത് അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിലുള്ളതാണ് ശാരീരിക ആവശ്യങ്ങൾ. ശാരീരിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ഘട്ടമാണ് ശാരീരിക ആവശ്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ശാരീരിക ആവശ്യം? വായു, സൂര്യപ്രകാശം, പോഷകാഹാരം, കായിക പ്രവർത്തനങ്ങൾ, വിശ്രമം, ഉറക്കം, വസ്ത്രം, ഇതൊക്കെ നമ്മുടെ ശാരീരിക ആവശ്യങ്ങളിൽ പെടുന്നതാണ്. രണ്ടാമത്തേത് ഏതാണ്? സുരക്ഷിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യമാണ്. സുരക്ഷിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യമാണ് രണ്ടാമത്തേത് വരുന്നത്. സേഫ്റ്റി നീഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്തൊക്കെയാണ് നമ്മുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം? നമുക്കൊരു വീട് വേണം അല്ലേ, ജോലി വേണം, ചുറ്റുപാടിൽ നിന്നുള്ള സംരക്ഷണം വേണം. ഇതൊക്കെയാണ് സുരക്ഷിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ സ്നേഹവും
തൻ്റേതെന്ന തോന്നലും. സ്നേഹവും തൻ്റേതെന്ന തോന്നലുമാണ് മൂന്നാമത്തേത്. ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്തൊക്കെയാണത്? ഇഷ്ടം, ശ്രദ്ധ, പരിഗണന, കുടുംബം, വാത്സല്യം, കാരുണ്യം ഒക്കെ ഈ ഒരു മൂന്നാമത്തെ ഘട്ടത്തിൽ വരുന്നതാണ്. നാലാമത്തേത് അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്, അല്ലെങ്കിൽ എസ്റ്റീം നീഡ് എന്ന് പറയുന്നു. അഭിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ എസ്റ്റീം നീഡ് എന്ന് പറയുന്നു. എന്തൊക്കെയാണിത്? അഭിനന്ദനം, പ്രോത്സാഹനം, പ്രശംസ, ആദരവ് എന്നിവയൊക്കെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആത്മസാക്ഷാത്കാരം. ഇത്രയാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അഭിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് പറയുന്നു, വീണ്ടും ഇതിനിടയിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെയും അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിൻ്റെയും ഇടയിൽ വീണ്ടും 2 ഘട്ടങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് സൗന്ദര്യാത്മകമാണ്. അതായത് അഭിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം കഴിഞ്ഞിട്ട് വരുന്നത് സൗന്ദര്യാത്മകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യമാണ്. മൂന്നാമത്തേതാണ് അത് സൗന്ദര്യാത്മകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് വൈജ്ഞാനികവുമായിട്ട് വരുന്നത്. വൈജ്ഞാനികം. ഓക്കെ, ഇത് വളരെ ഈ അടുത്ത കാലങ്ങളിലായാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് വരുന്നത്, വൈജ്ഞാനികം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം, ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നത്. അപ്പോൾ വൈജ്ഞാനികം എന്ന് പറയുന്നത് മാസ്ലോയുടെ ശ്രേണിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഉള്ളതാണ്. എന്തുകൊണ്ടാണ് നേരത്തെ ഞാനത് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ആദ്യം പഠിച്ചു വരുന്ന സമയത്ത്, മുൻപൊക്കെ പഠിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ വൈജ്ഞാനികത്തിൻ്റെ ഈ ഒരു ഘട്ടം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള 2 ഘട്ടങ്ങളാണ് സൗന്ദര്യാത്മകവും വൈജ്ഞാനികവും എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അഭിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് സൗന്ദര്യാത്മകം, വൈജ്ഞാനികം, ആത്മസാക്ഷാത്കാരം, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആത്മസാക്ഷാത്കാരം. ഈ പുതിയ 2 നമുക്ക് ഇതുവരെ എക്സാമിനൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് അഭിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ എസ്റ്റീം നീഡ് കഴിഞ്ഞിട്ട് 2 കൂടി വരുന്നുണ്ട്. സൗന്ദര്യാത്മകവും വൈജ്ഞാനികം, അത് കഴിഞ്ഞിട്ടാണ് ആത്മസാക്ഷാത്കാരം എന്ന് ഉള്ളത് ഓർത്ത് വെക്കുക. ക്ലിയർ? ഇതിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ഉയർന്ന തലമാണ് ആത്മസാക്ഷാത്കാരം. ഏറ്റവും താഴെ തലം അല്ലെങ്കിൽ ആദ്യ തലം എന്ന് പറയുന്നതാണ് ശാരീരിക ആവശ്യം. പിന്നെ നമുക്ക് ചോദിക്കാൻ വരുന്ന മറ്റൊരു ചോദ്യം, ശാരീരിക ആവശ്യത്തിനും സ്നേഹവും തൻ്റേതെന്ന തോന്നലിനും ഇടയിൽ വരുന്ന ആവശ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യമാണ്. ഓക്കെ, ആ രീതിയിൽ ചോദിച്ചാലും പഠിക്കാൻ, ഉത്തരം എഴുതാൻ പഠിക്കുക. ഇനി നമുക്ക് നോക്കാം, ഈ ശാരീരിക ആവശ്യം, അതുപോലെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം, സ്നേഹവും തൻ്റേതെന്ന തോന്നലും, അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യം, അതുപോലെ തന്നെ സൗന്ദര്യാത്മകം, വൈജ്ഞാനികം. അതായത് ഇത്രയും ഭാഗത്തെ അഭാവ ആവശ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അഭാവ ആവശ്യങ്ങൾ അതായത് ഡെഫിഷ്യൻസി നീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണത്? ശാരീരിക ആവശ്യം, സുരക്ഷിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം, സ്നേഹവും തൻ്റേതെന്ന തോന്നലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം, അതുപോലെ അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യം, സൗന്ദര്യാത്മകം, വൈജ്ഞാനികവും. ഇത്രയും ഘട്ടങ്ങളെ അഭാവ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി നീഡ് എന്നാണ് പറയുന്നത്. ആത്മസാക്ഷാത്കാരമാകട്ടെ ഫുൾഫിൽമെൻറ്റ് നീഡ് എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും ഉയർന്ന തലം, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ആത്മസാക്ഷാത്കാരത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നൊരു ഘട്ടമാണ് ഈ ഏറ്റവും മുകളിലുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ശാരീരിക ആവശ്യങ്ങളെയും സുരക്ഷിത ആവശ്യങ്ങളെയും ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം? ബേസിക് നീഡ്സ് എന്ന് പറയാം. ബേസിക് നീഡ്. ഓക്കെ, അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ ഇത്, അടിസ്ഥാന ആവശ്യങ്ങൾ. അപ്പോൾ ഇതിലെ മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ അടിസ്ഥാന ആവശ്യങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ ശാരീരിക ആവശ്യങ്ങളും സുരക്ഷിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളുമാണ്. ഇനി സ്നേഹവും തൻ്റേതെന്ന തോന്നലും അഭിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ആവശ്യം, അഭിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം. ഈ 2 ആവശ്യങ്ങളെ നമ്മൾ പറയുന്നത് സൈക്കോളജിക്കൽ നീഡാണ്. അതായത് മനഃശാസ്ത്രപരമായ ആവശ്യമാണ് ഇത് രണ്ടും. ഇനി ബാക്കി 3 അതായത് സൗന്ദര്യാത്മകം, വൈജ്ഞാനികം, ആത്മസാക്ഷാത്കാരം, ഇതൊക്കെ എന്താണ്? വളർച്ചാ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഗ്രോത്ത് നീഡ് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ആവശ്യങ്ങളുടെ അഭിപ്രേരണാ ശ്രേണി എന്ന ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? എബ്രഹാം മാസ്ലോയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്നത് ഏത്? ഏതാണ്? രാച്ചിയമ്മ ഉറൂബ്, കൂട്ടുകൃഷി ഇടശ്ശേരി, ഗോപുരനടയിൽ MT വാസുദേവൻ നായർ, കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം നിങ്ങൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വേറിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കൃതികൾ എഴുത്തുകാർ എന്നുള്ള രീതിയിൽ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ശരിയാണ് എന്നുള്ളത്. പക്ഷേ ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഓപ്ഷൻ A എന്നുള്ളത് എന്താണ്? നോവലാണ്. ബാക്കി 3 എന്താണ്? നാടകങ്ങളാണ്. ഓക്കെ, കവികൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ കഥാകൃത്തുക്കൾ എഴുതിയിട്ടുള്ള നാടകങ്ങളാണ് ബാക്കി 3 ഓപ്ഷനുകളും എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ കവികളാണെങ്കിൽ കവികൾ കവിത മാത്രമേ എഴുതൂ, അല്ലെങ്കിൽ കഥാകൃത്തുക്കൾ നോവലിസ്റ്റുകളാണെങ്കിൽ അവർ അത് മാത്രമേ എഴുതൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. അവർ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പല സാഹിത്യ വിഭാഗങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ മറ്റ് കൃതികൾ കൂടി മറ്റ് വിഭാഗത്തിൽ വന്നിട്ടുള്ള കൃതികൾ കൂടി നോക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്കിതിലേക്ക് പോവാം. കൂട്ടുകൃഷി ഇടശ്ശേരിയുടെ മറ്റ് നാടകങ്ങൾ കൂടി നോക്കാം. നൂലാമാല, കളിയും ചിരിയും. ഓക്കെ, നൂലാമാല, കളിയും ചിരിയും. ഇത് ഇടശ്ശേരിയുടെ മറ്റു നാടകങ്ങളാണ്. ഗോപുരനടയിൽ MT വാസുദേവൻ നായരുടെ നാടകമാണ്. കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നാടകമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തകഴിയുടെ നാടകം ഏതാണ്? തകഴി തോറ്റില്ല എന്ന് പഠിച്ചു വയ്ക്കുക. തകഴി എവിടെയും തോൽക്കില്ല. തകഴി തോറ്റില്ല എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, SKയുടെ അച്ഛൻ എന്ന് പഠിച്ചു വയ്ക്കുക. SKയുടെ അച്ഛൻ എന്ന് പറഞ്ഞ നാടകം. കേശവദേവ് എപ്പോഴും എങ്ങോട്ടാണ്? മുന്നോട്ട്. കേശവദേവിൻ്റേത് മുന്നോട്ട്. അപ്പോൾ ദേവ് മുന്നോട്ടാണ് എന്നോർത്ത് വയ്ക്കുക. തകഴി തോൽക്കില്ല, അതായത് തകഴി തോറ്റില്ല എന്ന് പഠിച്ചു വയ്ക്കുക. SKയുടെ അച്ഛൻ എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഉറൂബിൻ്റെ നോവലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉറൂബിൻ്റെ നാടകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മണ്ണും പെണ്ണും, തീ കൊണ്ട് കളിക്കരുത്. ഓക്കെ, ഇതാണ് ഉറൂബിൻ്റെ നാടകങ്ങൾ. ഉള്ളൂരിൻ്റെ നാടകം അമ്പ ഉള്ളൂരിൻ്റെ നാടകമാണ് അമ്പ. ഇനി എൻ കൃഷ്ണപിള്ളയ്ക്ക് ഒത്തിരി നാടകങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ആനന്ദ് നമുക്കറിയാം, നമ്മുടെ മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതിയിട്ടുള്ള, മരുഭൂമികൾ ഉണ്ടാകുന്നത് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആനന്ദിൻ്റെ നാടകമാണ് ശവഘോഷയാത്ര. ഇനി ചേലനാട്ട് അച്യുതമേനോൻ്റെ നാടകമാണ് ബില്ലുകൊണ്ടൊരു തല്ല്. ആറ്റൂർ കൃഷ്ണ പിഷാരടിയുടെ നാടകമാണ് ധീരവ്രത ഒരു സ്വതന്ത്ര നാടകമാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? സാകേതം CN ശ്രീകണ്ഠൻ നായർ, ദൈവത്താർ കാവാലം, ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്, ആ കനി തിന്നരുത് G ശങ്കരപ്പിള്ള. ഇതിലേതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്നാണ് ചോദ്യം. ഓപ്ഷൻ D ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. ആ കനി തിന്നരുത് G ശങ്കരപ്പിള്ളയുടേതല്ല, അത്
CN ശ്രീകണ്ഠൻ നായരുടെ തന്നെ ഒരു നാടകമാണ് ആ കനി തിന്നരുത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാകേതമാണെങ്കിലോ, സാകേതം CN ശ്രീകണ്ഠൻ നായരുടേത് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ രാമായണ നാടകത്രയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഭാഗത്തിൽ വരുന്ന നാടകങ്ങളിൽ ഒന്നാണ്. അതിൽ 3 നാടകങ്ങളാണ് രാമായണ നാടകത്രയത്തിലുള്ളത്. കാഞ്ചനസിത, സാകേതം, ലങ്കാലക്ഷ്മി. ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇങ്ങനെ പഠിക്കാം. കസാല എന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, കസാല എന്ന് പഠിച്ചു വെച്ചാൽ കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി എന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് നഷ്ടക്കച്ചവടം, ആ കനി തിന്നരുത്, ഏട്ടിലെ പശു തുടങ്ങിയവയൊക്കെ. CJയുടെ സ്വാധീനം ഉള്ള എഴുത്തുകാരനാണ് CN ശ്രീകണ്ഠൻ നായർ. ഓക്കെ, ഇനി ദൈവത്താർ കാവാലത്തിൻ്റെ കൃതിയാണ്. കാവാലം എന്ന് പറയുന്നത് തനത് നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് കാവാലം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ഏത് ദൈവത്താർ എന്ന് പറയുന്നത്. കൂടാതെ തിരനോട്ടം, സാക്ഷി, തിരുവാഴിത്താർ, അവനവൻ കടമ്പ, കരിങ്കുട്ടി തുടങ്ങിയവയൊക്കെ ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ്. അടുത്തത് ആ മനുഷ്യൻ നീ തന്നെ, CJ തോമസിൻ്റെ നാടകമാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്നത്. പാശ്ചാത്യ നാടകവേദിയുടെ സ്വാധീനം മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് CJ തോമസ്. അദ്ദേഹത്തിൻ്റെ ബൈബിൾ കഥ ഇതിവൃത്തമായിട്ടുള്ള കൃതിയാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്നത്. മറ്റൊരു നാടകമാണ് അവൻ വീണ്ടും വരുന്നു. അദ്ദേഹത്തിൻ്റെ സംബന്ധ നാടകമാണ് 1128 ക്രൈം നമ്പർ 27, ക്രൈം 27 എന്ന്. അതൊരു ഈ ഒരു കൃതി ആൻറ്റി പ്ലേ എന്നറിയപ്പെടുന്നു. ഓക്കെ, ക്രൈം 27 ആൻറ്റി പ്ലേ എന്നറിയപ്പെടുന്ന നാടകമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ നാടക പഠന ഗ്രന്ഥമാണ് ഉയരുന്ന യവനിക, ഉയരുന്ന യവനിക. ഇനി അദ്ദേഹത്തിൻ്റെ റേഡിയോ നാടകം ചോദിക്കുകയാണെങ്കിൽ ശലോമി, റേഡിയോ നാടകം ചോദിക്കുകയാണെങ്കിൽ ശലോമി. ഓക്കെ, അടുത്തത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. കാരികാരൂപത്തിൽ എഴുതിയ ആദ്യ മലയാള വ്യാകരണ ഗ്രന്ഥം. എ ലീലാതിലകം, കേരള പാണിനീയം, കേരള കൗമുദി, കേരള ഭാഷാ വ്യാകരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ലീലാതിലകമാണോ ആദ്യ മലയാള വ്യാകരണ ഗ്രന്ഥം എന്നുള്ളതിൽ മാത്രം നമ്മൾ പഠിക്കും. അപ്പോൾ ലീലാതിലകമാണോ എന്നുള്ളത്. വീണ്ടും നമുക്ക് മറ്റൊരു കൺഫ്യൂഷൻ വരുന്നത് കേരള പാണിനീയത്തിനെ കുറിച്ചാണ്. കാരണം നമ്മൾ വ്യാകരണം പഠിക്കാൻ ആധികാരികമായിട്ട് ഉപയോഗിക്കുന്നത് കേരള പാണിനീയമാണ്. ഓക്കെ, അപ്പോൾ ഇവ രണ്ടുമല്ല ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേരള കൗമുദി. കേരള കൗമുദിയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കാരിക രൂപത്തിൽ എഴുതിയ ആദ്യ മലയാള വ്യാകരണ ഗ്രന്ഥമാണ് ചോദിക്കുന്നത്. കേരള കൗമുദി. കൗമുദീൻ്റെ എഴുത്തുകാരൻ കോണ്ണി നെടുങ്ങാടിയാണ്. കോണ്ണി നെടുങ്ങാടിയാണ് എഴുത്തുകാരൻ. ഈ ഒരു കൃതിയിലാണ് സംസ്കൃത ഹിമഗിരികളിത, കളിന്ത ചാമിളിത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്ലോകം വരുന്നത്. കോണ്ണി നെടുങ്ങാടിയാൽ ഉണ്ടാക്കപ്പെട്ട പാഠശാലയിൽ പഠിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ളൊരു കൃതിയാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. 1878 ഈ കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 16 അധ്യായങ്ങളുണ്ട്. വ്യാകരണവും അലങ്കാരശാസ്ത്രവും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ 13 അധ്യായങ്ങളിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? വ്യാകരണത്തെക്കുറിച്ച് പറയുന്നത്. ക്ലിയർ? ഇനി ഇതിലുള്ള മറ്റൊരു ഓപ്ഷനുകൾ നമുക്കൊന്ന് നോക്കാം. കേരള പാണിനീയം നമുക്കറിയാം 1896 കേരള പാണിനീയം ആദ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1896 AR ആണ്. രണ്ടാം ഭാഗം വിശദമായിട്ടുള്ള ആമുഖത്തോടു കൂടി രണ്ടാം ഭാഗം 1917 അല്ലെങ്കിൽ 16 പറയുന്നത്. 2 വർഷം പഠിച്ചു വയ്ക്കുക. 16 അല്ലെങ്കിൽ 17 ഇതിലാണ് രണ്ടാമത്തെ കേരള പാണിനീയത്തിൻ്റെ പതിപ്പ് വരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് എക്സാമിനായി ചോദിച്ചിട്ടുള്ളത് ആദ്യ പതിപ്പിൻ്റെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1896 അതെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ? ആഗമികവും വിവരണാത്മകവും താരതമ്യാത്മകവുമായ 3 വ്യാകരണ സമ്പ്രദായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത്. അടുത്തത് കേരള ഭാഷാ വ്യാകരണം നോക്കാം. 1876 ഈ ഒരു കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വൈക്കത്ത് പാച്ചുംമൂത്തതാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. വൈക്കത്ത് പാച്ചുംമൂത്തത്. ഈ കൃതിയുടെ
രചനാരീതി എങ്ങനെയാണ്? ചോദ്യോത്തര രീതിയിലാണ്. ചോദ്യോത്തര രീതിയിൽ രചിക്കപ്പെട്ടിട്ടുള്ള വ്യാകരണ ഗ്രന്ഥമാണ് ഇത് കേരള ഭാഷാ വ്യാകരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. 8 അധ്യായങ്ങളാണുള്ളത്. 8 അധ്യായങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇനി ലീലാതിലകമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതി എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ലീലാതിലകമാണ്. ലീലാതിലകം പക്ഷേ സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടതെങ്കിലും നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നത് ലീലാതിലകമാണ്. ഓക്കെ, മലയാള ഭാഷ ഇതിൽ കേരള ഭാഷ എന്ന പേരിലാണ് ലീലാതിലകത്തിൽ ചേർത്തിട്ടുള്ളത്. 8 ശില്പങ്ങളാണുള്ളത്. 1-ാം ശില്പത്തിൽ മണിപ്രവാള പാട്ടിൻ്റെ ലക്ഷണം ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കേരള ഭാഷയുടെ വ്യാകരണ പരാമർശം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ ഒരു കൃതിയിലാണ്. 15-ാം നൂറ്റാണ്ടിലാണ് ഈ കൃതി രചിക്കപ്പെട്ടത് എന്ന് കരുതുന്നു. മണിപ്രവാളത്തിൻ്റെ ലക്ഷണവും മണിപ്രവാള കൃതിയുടെ അലങ്കാര ശാസ്ത്രവും ശബ്ദശാസ്ത്രവും ഒക്കെ ഈ ഒരു കൃതിയിൽ പറയപ്പെടുന്നുണ്ട്. 1917 ആറ്റൂർ കൃഷ്ണപിഷാരടി ലീലാതിലകം പൂർണ്ണമായിട്ടും തർജ്ജമ ചെയ്തു. അതിന് മുന്നേ അപ്പൻ തമ്പുരാനാണ് ഈ കൃതി തർജ്ജമ ചെയ്തത്. ഓക്കെ, അത് പൂർണ്ണമായിട്ടുള്ള തർജ്ജമയായിരുന്നില്ല അപ്പൻ തമ്പുരാൻ്റേത്. അപ്പോൾ ആദ്യം തർജ്ജമ ചെയ്ത ആരെ ചോദിച്ചാൽ അപ്പൻ തമ്പുരാനാണ്. 1909 മംഗളോദയം മാസികയിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ 1917 ആകുമ്പോഴേക്കും ആറ്റൂർ കൃഷ്ണപിഷാരടി ലീലാതിലകം പൂർണ്ണമായും തർജ്ജമ ചെയ്തിരുന്നു. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് നമുക്കറിയാം കിൽപാട്രിക് ആണ്. പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിലുള്ള പഠന രീതികളാണുള്ളത്. ശിശു കേന്ദ്രീകൃതവും അധ്യാപക കേന്ദ്രീകൃതവും. അതിൽ അധ്യാപക കേന്ദ്രീകൃത രീതിയാണ് പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത്. ഓക്കെ, ജോൺ ഡ്യൂയിയുടെ പ്രായോഗികവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു രീതിയാണ് പ്രൊജക്റ്റ് രീതി. അപ്പോൾ നോക്കൂ, നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ജോൺ ഡ്യൂയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻ്റ് അറിയുന്ന ആളുകൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവും, കിൽപാട്രിക് ആണോ ജോൺ ഡ്യൂയി ആണോ എന്ന്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കിൽപാട്രിക് ആണ് പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ്. പക്ഷേ അദ്ദേഹം ഈ ഒരു രീതി എടുത്തിട്ടുള്ളത് ജോൺ ഡ്യൂയിയുടെ പ്രായോഗികവാദത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എന്ന് നമുക്കറിയാം. ജീൻ പിയാഷെയും വൈഗോട്സ്കിയും വൈജ്ഞാനിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പം പ്രൊജക്റ്റുകൾ തന്നെ വ്യത്യസ്ത തരത്തിലുണ്ട്. ഉൽപാദന പ്രൊജക്റ്റ്, ഉപഭോക്തൃ പ്രൊജക്റ്റ്, വ്യായാമ പ്രൊജക്റ്റ്, പ്രശ്ന പ്രൊജക്റ്റ് എന്നൊക്കെ പേരിൽ ഒത്തിരി പ്രൊജക്റ്റുകളുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ എന്ന് നോക്കാം. പ്രശ്നാധിഷ്ഠിതമാണ്. പ്രശ്നാധിഷ്ഠിതം പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നം ആദ്യം കണ്ടെത്തുന്നു, ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശകലനമാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഉദ്ദേശാധിഷ്ഠിതമാണ്, പ്രവർത്തനാധിഷ്ഠിതമാണ്, യാഥാർത്ഥ്യമാണ്, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, ഉപയോഗക്ഷമത ഉണ്ടായിരിക്കും, ഉദ്ഗ്രഥനം ഉണ്ടായിരിക്കും, പിന്നെ ചർച്ച, സംവാദം തുടങ്ങിയ ജനാധിപത്യ മൂല്യങ്ങൾ ഈ ഒരു രീതിയുടെ ഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് അറിവിൻ്റെ സമീപസ്ഥ മണ്ഡലം അഥവാ ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? നോം ചോംസ്കി, ബ്രൂണർ, പിയാഷെ, വൈഗോട്സ്കി. ആരുടേതാണിത്? വൈഗോട്സ്കിയുടെ ആശയമാണിത്. വൈഗോട്സ്കിയുടെ മറ്റ് ആശയങ്ങൾ ഏതൊക്കെയാണ്? കൈത്താങ് അല്ലെങ്കിൽ സ്കഫോൾഡിങ് ആരുടെ ആശയമാണ്? വൈഗോട്സ്കിയുടെ ആശയമാണ്. സ്കഫോൾഡിങ് പറഞ്ഞാൽ കൈത്താങ് നൽകുക. മറ്റൊന്ന് റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്, അഥവാ പ്രതിക്രിയാധ്യാപനം. അതായത് വായന മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണിത്, പ്രതിക്രിയാധ്യാപനം. അതുപോലെ തന്നെ സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം ഒക്കെ ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചോംസ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ്? സർവഭാഷാ വ്യാകരണം
ലാഡ്, ഇത് രണ്ടും ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബ്രൂണറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്. സ്പൈറൽ മെത്തേഡ്, ഡിസ്കവറി മെത്തേഡ് ഒക്കെ ജെറോമസ് ബ്രൂണറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിയാഷെയാണ് നമ്മൾ വൈജ്ഞാനിക സിദ്ധാന്തത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് ജീൻ പിയാഷെ എന്ന് പറയുന്നത്. പിയാഷെയുടെ അസിമിലേഷൻ, അക്കമഡേഷൻ, സ്കീമ, എക്വിലിബ്രിയം, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസുകളാണ്? പിയാഷെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസുകളാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോവൽ ഭാഗത്തു നിന്നുമുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് രചിച്ച നോവൽ. അപ്പം നമുക്കറിയാം ചുള്ളിക്കാട് ഒരു കവിയാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ചുള്ളിക്കാട് കവിയല്ലേ, അപ്പോൾ കവിത മാത്രമല്ലേ രചിക്കുള്ളൂ, ഈ നോവലൊക്കെ രചിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു കവി അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് അയാളുടെ പ്രധാനപ്പെട്ട മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും കൃതികൾ എഴുതിയിട്ടുണ്ടാകും. അതുകൂടി നോക്കി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഏതാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് രചിച്ച നോവൽ? ഹിരണ്യമാണ് നോവൽ. ബാക്കി മൂന്നും അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെയാണ്. അതിൽ ചിദംബര സ്മരണ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഗസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയാണ്. ഗുലാം അലി കഥാപാത്രമായി വരുന്ന കവിതയാണ് ഗസൽ എന്ന് പറയുന്നത്. പ്രതിനായകനും അദ്ദേഹത്തിൻ്റെ കവിതയാണ്. പ്രതിനായകനിലെ കഥാപാത്രമായി വരുന്നത് നരേന്ദ്രപ്രസാദാണ്. നരേന്ദ്രപ്രസാദിനെ കുറിച്ചിട്ടുള്ള കവിതയാണ് പ്രതിനായകൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻ പേപ്പറിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുമാണ് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പഠനമായിരിക്കണം ഇനി നിങ്ങൾ തുടരേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.